അതൊരു നോസ്റ്റാൾജിയ. പിന്നെ എൻ്റെ റൈറ്റിങ്സ്, കഥകളുടെ ഇതിൻ്റെ എല്ലാം ഇരിക്കും. അത് ഒരു ഡംപ് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. ഇവിടേക്കാണ് ടോട്ടൽ ക്ലസ്ട്രോഫോബിക് ആയിരിക്കുന്നത്. കുറച്ച് സ്ക്രിപ്റ്റുകളാണ് ഉള്ള സമയത്ത് ഇരിക്കും, കറക്ഷൻ ചെയ്യും, ഇടും. വരുന്ന സ്ക്രിപ്റ്റ് ആണോ? ആ, ഇതിന്റെ താഴത്തുള്ള എല്ലാം സ്ക്രിപ്റ്റുകളാണ്. വായിച്ച് ഇവിടെ എന്താ ഇപ്പോ ഈ ഏരിയയില് ആക്ച്വലി ഈ റൂം എന്തായിരുന്നു? ഈ റൂം വീട് വെച്ചപ്പം ഇതൊരു ബാറായിരുന്നു. നമ്മുടെ മിനി ബാർ. ഞങ്ങളുടെ പട്ടാളക്കാർ എല്ലാവരും വീട്ടിൽ നിങ്ങൾ കാണും ചെറിയൊരു മിനി ബാർ എന്നുള്ളത്. കാരണം അത് റിട്ടയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. സോഷ്യൽ ഈവനിങ്സ് അല്ല, അവിടെ അടിച്ച് പൂസാവണമല്ല, 2 പാക്ക് അടിച്ച് അവരൊരു പോയി. എനിക്ക് പിന്നീട് മനസ്സിലായി എനിക്കിതിൻ്റെ ഒരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ആ ബാർ ഞാൻ B3 അമ്മമാരുടെ അടുത്തോട് നിങ്ങൾ എന്നെ തിരിച്ചുകൊണ്ട് പോയി, സ്റ്റീലിൻ്റെ ആയിരുന്നത്, അത് തിരിച്ചുകൊണ്ട് പോയി. ഇതിലൊക്കെ ഗ്ലാസ്സുകൾ വെക്കാനുള്ള ഹോൾസ് ഒക്കെ എനിക്ക് കാണുന്നു ബാറിൻ്റെ. അതിനെ ഞാനങ്ങ് ലൈബ്രറിയിലേക്ക് മാറ്റി. അപ്പം ഇതിപ്പോൾ എൻ്റെ കാസറ്റിൻ്റെ ഹോൾഡറും പ്ലസ് ബുക്സിൻ്റെ ഇതൊക്കെയായി മാറിയതാണ്. അങ്ങനെ ബാർ ഓഫീസായി. അതാണ് അവിടെ ഒരു ഫ്രിഡ്ജും കൂടെ കാണാൻ. അത് ഫ്രിഡ്ജ് അതിനകത്തുണ്ട്, ചെറിയൊരു സെറ്റപ്പ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദെൻ നൗ ഇറ്റ് ഹസ് ബിക്കം എ പ്ലേസ് ഓഫ് മൈ, ഇങ്ങനെ ഇരിക്കാം ഒറ്റയ്ക്ക്, വായിക്കാനും എല്ലാം ആ ഒരു മൂഡിൽ വരുന്നതാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ 100 Days തേങ്ങ, തേങ്ങ ബിജുവിന്റെ അത് തന്നെ നിവിൻ പോളി എടുത്തിട്ട് ഇടിക്കുന്ന തേങ്ങയാണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ. ആക്ഷൻ ഹീറോ ബിജു അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ദ്രോണാചാര്യ, INS ദ്രോണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേവൽ ബേസിന്റെ അവരുടെ മൊമെന്റാണത്. ഇപ്പുറത്തുള്ളത് വിക്രാന്തിന്റെ കമ്മീഷനിങ്ങിന് ഞാനും മോഹൻലാലും കൂടെ പോയിട്ടുള്ള വിക്രാന്തിന്റെ മുകളിൽ നിന്ന് എടുത്തുള്ള ഫോട്ടോ ആണ്. ഞാൻ പിന്നെ കയറി വന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇങ്ങോട്ടാ, ഈ ഒരു ഏരിയയിലേക്കാണ് ഞാൻ നോക്കിയത്. ഇത് എന്താണെന്നറിയോ, ഇത് മറ്റേ മഹാരാജ വേലുത്തമ്പി ഇവിടെയാണ്. ഇത് ഇവരുടെ മദ്രാസിന്റെ ഇവര് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഇത് കൊളച്ചൽ യുദ്ധം നടന്നില്ലേ, ഇതിന്റെ വലിയൊരു സ്റ്റാച്യു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഉണ്ട്. അതിന്റെ റെപ്ലിക്ക നമ്മൾ പോയപ്പം അവർ തന്നാണ്. അതാണ് അത് കൊളച്ചൽ യുദ്ധത്തിന്റെ വാർഷികത്തിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി ടൈം ഒക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെ? ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒരു സ്പേസ് നമ്മൾ കണ്ട്, ഓഫീസ് സ്പേസ് കണ്ട്, ഒരു ഫാമിലി താഴത്ത് TV കണ്ടുകൊണ്ടിരിക്കും, ഞാൻ മുകളിലൂടെ ഉണ്ടായിരിക്കും. വല്ലപ്പോഴും വല്ലതും വേണമെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കും, മണിയടിക്കും. അപ്പോൾ സാധനം വരും. അപ്പോൾ അവൾ നല്ല മൂഡിലാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ സെർവനെ കൊണ്ട് പറഞ്ഞയക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് അങ്ങനെ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടുള്ള ഡിസ്കഷനൊന്നും ഇല്ല. എല്ലാം അങ്ങ് ഓക്കെ, ഐ എം ഡൂയിങ് ദിസ്, ഓക്കെ, നോ എന്നുള്ള പ്രശ്നമില്ല. ഞാനും പറയുന്നില്ല, അപ്പുറത്തും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ ഈ മീറ്റിൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ശരിക്ക് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളൊരു ശീലം എനിക്ക് പണ്ടേ ഇല്ല. എന്തെങ്കിലും ഒരു പോയിന്റ് സംസാരിക്കണമെങ്കിൽ അത് മാത്രം എടുത്തിട്ട് സംസാരിക്കുക, അല്ലാതെ അവിടെ ഒന്ന് പട്ടീനെ മറ്റാൾ ഓടിച്ചു അല്ലെങ്കിൽ പൂച്ചപ്പുറത്ത് വന്നിരുന്നു, ഈ അതിനൊന്നും അങ്ങനെ എനിക്കത് ശീലമില്ലാതായിപ്പോയി. പലരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവരൊരു സംസാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല, പക്ഷെ അവർ സംസാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാ കഴിവാണ്. അതിപ്പോ ഞാൻ ചില സ്ത്രീകളെ കണ്ടാലും ശരി, ചില ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു നല്ലൊരു കഴിവുള്ളതാണ്. പക്ഷെ എനിക്ക് ആ കഴിവില്ല. പക്ഷേ ഫ്രണ്ട്സിന്റെ കൂടെ ആവുന്ന സമയത്ത് ഡിഫറെന്റ് പേഴ്സൺ, ഐ ആം എ കോമഡിയൻ. നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? എഴുന്നേക്കാൻ കുറെ ഞാനിരിക്കും. സാറിന് എന്നാലും ഇരുന്ന് സംസാരിക്കുന്ന വലിയ താല്പര്യമില്ലല്ലോ. ഈ ഏരിയയും കൂടെ നമുക്കൊന്ന് ഇതാണ് വേറെ വെട്ടവും വെളിച്ചം വരുന്ന വേറൊരു ഏരിയ. പക്ഷെ ഇവിടെ ഒരു താമര, കുഞ്ഞൊരു താമര. ആക്ച്വലി അവര് പറഞ്ഞത് വെയിലില്ല സാർ, മാറ്റി വെക്കണം. അപ്പൊ അവര് മാറ്റി വെക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് അത് മാറ്റി നടന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഹോം തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഈ വേൾഡ് സ്റ്റക്ക്
പോണ വഴിക്ക് കുറെ ഫോട്ടോഗ്രാഫ്സും കുറെ ഇവിടെ ഫുള്ള് ഫ്രെയിംസാ. രണ്ട് ഓരോ ഫ്രെയിംസിൽ ഓരോ മെമ്മറീസ് ഓരോ കാര്യങ്ങളൊക്കെയാ. ഇവിടെ സ്റ്റക്കായി. ഇവിടെ നമുക്ക് അടുത്തത് ആഡ് ചെയ്യുന്നുണ്ടോ? ആഡ് ചെയ്യാം. പക്ഷെ ഇതെന്താ പറയുക, വീട് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയപ്പം പല സാധനങ്ങളും നമുക്ക് റെഡിയായി കിട്ടിയില്ല. അങ്ങനെ ഈ 5 ഫോട്ടോ ആണ് കിട്ടിയത്. അതിനകത്ത് കാന്താരമുണ്ട്, കിർച്ചക്ര, കുരുക്ഷേത്രം ഇല്ല, കർമ്മയോധ ഇല്ല, പിക്കറ്റ് ഫോർട്ട് വന്നിട്ടുണ്ട്, മിഷൻ 90. ഈ കീർത്തിചക്ര നടുക്ക് വെക്കാനുള്ള കാരണം എന്താ? അതല്ലേ മേജർ രവി ആക്കിയത്. അത് മേജർ രവി ആക്കിയത് കൊണ്ടാണോ? പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് കൊണ്ട്. അത് മേജർ രവി ആക്കിയ ഒരു സിനിമയാണത്. അതെ. ഓ, ഇയാൾക്ക് ഇതും അറിയാമല്ലേ. നേരെ മറിച്ച് ഒരു ഫ്ലോപ്പ് ഫിലിം ആയിരുന്നെങ്കിൽ then nobody would have cared for you. നമുക്ക് അടുത്തത് ആഡ് ചെയ്യണം ഉടനെ അല്ലേ? അടുത്ത ആഡ് ചെയ്യാം. സമയം പോലെ ആഡ് ചെയ്യല്ലേ. പിന്നെ ഞാൻ ഇത് ഗസ്റ്റ് റൂം ആർക്ക് വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ കച്ചറയൊന്നുമില്ല. കബേർഡും സാധനങ്ങളും ഇത് ഉണ്ട്. പിന്നെ പ്രസ് ചെയ്യാനുള്ള സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തും അതേപോലെ തന്നെയാണ് ബാത്റൂമും. ഈ വിൻഡോസ് എല്ലാം ഇവിടെ 2 വിൻഡോ ഉള്ളൂ. ഇവിടെ കുറച്ച് വിൻഡോ കുറവ് എന്നാലും ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പുറത്ത് കുറേ മുളയുണ്ടായിരുന്നു ഈ മുക്കില്. ഫുൾ ബാമ്പു ഇതുവരെയ്ക്ക് കവറായിരുന്നു. കംപ്ലീറ്റ് ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇതങ്ങ് കയറിയിട്ട് ഈ കണ്ടോ ഈ ഇല മുഴുവൻ തന്നെ മുകളിൽ വന്ന് വീണിട്ട് മഴക്കാലത്ത് ഇറ്റ് വാസ് ബ്ലോക്കിംഗ് ദിസ്. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണില്ലായിരുന്നു. ഫുൾ ആ ബാംബൂസ് മാത്രമായിരുന്നു. ആണല്ലേ? അപ്പൊ ഗസ്റ്റിന് വേറൊരു വൈബ്. ഗസ്റ്റ് അല്ലെങ്കിൽ നല്ല വൈബ് ഇവിടെ കിട്ടും. എന്തായാലും കിട്ടും. ഈ വീട് മൊത്തം ജനാലയും കുറെ പച്ചപ്പും പരിതാപവും. ഇനി നമുക്ക് മെയിൻ അട്രാക്ഷൻ ഹോം തിയേറ്റർ അല്ലേ? ഹോം തിയേറ്റർ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്നറിയാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ മൂവ് ചെയ്തിട്ട് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ആ ലൈറ്റ് കത്തി. അതിനനുസരിച്ചിട്ട് എനിക്ക് കയറി ചെല്ലുന്നതിന് വെച്ച് ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോന്നായിട്ട് ഇങ്ങനെ ഓൺ ആവും. തിയേറ്റർ ആംബിയൻസ് വന്നല്ലോ. അങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് തിയേറ്റർ ഫീൽ കിട്ടി. തനിയെ ലൈറ്റ് ഒക്കെ അണഞ്ഞോളൂല്ലോ അല്ലേ? അതെല്ലാം നമ്മൾ പടം തുടങ്ങിയാൽ തനിയെ അണയുകയും ചെയ്യും. ഇത് ഞാനൊരു ആംബിയൻസ് ലൈറ്റ് ഉണ്ട്. അതില്ലെങ്കിൽ ഇപ്പൊ ഇതാണ് ഇതിന്റെ മൂഡ്. സാറിന്റെ സ്പേസ് ഏതാ? ഇവിടെ നേരത്തെ താഴെ ഒരു കസേര കാണിച്ച പോലെ ഇതാണ് ഈ കസേര. ഇത് നമ്മൾ വിട്ടുമാറിയിരിക്കില്ല. സ്പെഷ്യൽ ടർക്കി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് ബോസ്റ്റണിലുള്ളത്. ഇതിപ്പം നമ്മൾ വീട് വെച്ച സമയം അപ്പൊ തൊട്ട് നമ്മൾ ആദ്യം പിന്നെ അന്ന് ഹൗസ് വാമിങ്ങിന് വന്നപ്പോ തന്നെ ഇതുണ്ട് സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഹോം തിയേറ്ററിന്റെ വിശേഷം. ഈ ഏരിയയിലേക്ക് എങ്ങനെയാ മാറിയത്? സ്വസ്ഥമായി മറ്റേ വേണമെന്ന് വെച്ചിട്ട് വന്നതാണോ? വേണമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോ ഓക്കെ. ഈ കിണറ്റിലെ വെള്ളം അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് കിണർ ഒഴിച്ചപ്പോൾ വെള്ളം ഓക്കെ ഇവിടെ തന്നെ.